അനന്യ ദേവന്റെ റൂമിൽ നിന്നും അവളെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ഏറെ വൈകിയാണ് ദേവൻ ഉണർന്നത്. തൻ്റെ നെഞ്ചോട് ചൂട് പറ്റി കിടക്കുന്ന അനന്യയെ കണ്ട് ദേവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റു. അവളും ഉറക്കത്തിൽ നിന്നുണർന്നു. എന്താ ദേവ, നീ എന്താ ഇവിടെ? ദേഷ്യത്തോടെ ദേവൻ തിരക്കി. ഓ, ഇപ്പോ അങ്ങനെയൊക്കെ ആയോ? ദേവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിന് വെളിയിലേക്ക് തള്ളിവിട്ടു. ഇനിമേലിൽ എൻ്റെ അനുവാദമില്ലാതെ റൂമിൽ കയറി പോകരുത്. അനന്യയ്ക്ക് ദേഷ്യം മാത്രമായിരുന്നു. ശരിയാക്കി തരാം, ഈ അനന്യ ആരാണെന്ന് കാണിച്ചു തരാം ഞാൻ. പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങിയ ഗൗതമിന് നേരെ ദേവൻ ഒരു നോട്ടീസ് നീട്ടി. എന്താ ദേവ ഇത്? കൂടുതലൊന്നും പറയാനില്ല ഗൗതം. നിന്നെ ഇവിടെ നിന്നും ഈ കമ്പനിയിൽ നിന്നും പിരിച്ചു വിട്ടിരിക്കുന്നു. എന്തിനാണെന്ന് നിനക്കറിയില്ലേ? ദേവ, വ്യക്തിവൈരാഗ്യം തീർക്കേണ്ടത് ഓഫീസ് കാര്യത്തിലല്ല. എന്നാൽ എനിക്കതാണ് ഇഷ്ടം. ഇനി മുതൽ നീ ദേവന്റെ കമ്പനിയിൽ ഉണ്ടാകില്ല. ഇന്ന് തന്നെ മാൻഷനിൽ നിന്നും ഇറങ്ങിക്കോണം. ഗൗതം സംസാരിച്ചു തുടങ്ങും മുന്നേ അങ്ങോട്ടേക്ക് ഗൗരി എത്തി. അവൾക്ക് ദേവനെ നോക്കാൻ വല്ലാത്ത മടിയായിരുന്നു. അവളുടെ മുഖം ചുമന്ന് കിടപ്പുണ്ട്. ഒരു പോള ഉറങ്ങിയിട്ടില്ല എന്ന് കണ്ടാൽ തന്നെ അറിയാമായിരുന്നു. നീ ഇന്നലെ ഉറങ്ങിയില്ലേ? ദേവൻ ഗൗരിയോട് തിരക്കി. അവൾ ദേവനെ ഒന്ന് നോക്കി. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. സാരില്ല, പോട്ടെ. ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാ നമുക്ക് ഓഫീസിലേക്ക് പോകാം. അപ്പോൾ ഗൗതം, അവൻ ഇനി മുതൽ ഓഫീസിലും ഉണ്ടാവില്ല, ഈ മാൻഷനിലും ഉണ്ടാവില്ല. എന്നാൽ ഗൗരിയും ഇവിടെ ഉണ്ടാവില്ല, ഗൗതം പറഞ്ഞു. അല്ലേ ഗൗരി? ഗൗരി അവനെ തന്നെ നോക്കി. അത് പറയാൻ നീ ആരാ? ദേവൻ തിരക്കി. എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ് ഇവൾ. ആവുമ്പോൾ നിനക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവൾ ഇവിടെ നിൽക്കും. ദേവൻ ഗൗതമിനെ തള്ളി പുറത്തേക്കിട്ടു. നീ എൻ്റെ നല്ലൊരു സുഹൃത്താണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. കൂടെ നിന്ന് എൻ്റെ പെണ്ണിനെ തന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ച നിന്നോട് എനിക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമാണുള്ളത്. അതിന് ദേവൻ എന്ന മനുഷ്യമൃഗത്തിന് ആരോടാ സിമ്പതിയുള്ളത്? നീ നോക്കിക്കോ ഗൗരി, നിന്നെയും ഇവൻ പിടിച്ചു പുറത്താക്കും. ഗൗരി ദയനീയമായി ദേവനെ നോക്കി. അന്ന് വൈകിട്ട് ഓഫീസിൽ നിന്നും ദേവൻ ചില ഇമ്പോർട്ടൻ്റ് ഫയലുകൾ ഗൗരിയെ ഏൽപ്പിച്ചു. അത് 2 ദിവസം നല്ലതുപോലെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയെ വേഗം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ദേവന്റെ എതിരാളിയായിരുന്ന ഋഷിയുമായുള്ള മീറ്റിങ്ങിന് തനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള പോയിന്റുകളും ചില വേണ്ടപ്പെട്ട ഡോക്യുമെൻസുമായിരുന്നു അതിൽ. അന്ന് വീട്ടിലെത്തിയ ഗൗരിക്ക് ഒരുപാട് കഴിഞ്ഞപ്പോൾ ഒരു കോള് വന്നിരുന്നു. അവൾ ധൃതിയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. രാത്രി ഏറെയായിട്ടും ഗൗരിയെ കാണാതെ ദേവൻ വിഷമിച്ചിരുന്നു. എന്ത് പറ്റി ദേവ? കാര്യം അന്വേഷിച്ചുകൊണ്ട് അനന്യ വന്നു. ഒന്നുമില്ല. എനിക്കറിയാം, ആ പെണ്ണിനെ കാണാഞ്ഞിട്ടല്ലേ? ദേവൻ അവളെ തുറച്ചു നോക്കി. എന്നെ നോക്കണ്ട. വല്ലാതെ അവളെ വിശ്വസിക്കുന്നത് അത്ര നല്ലതല്ല. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടരാ. നിർത്തിക്കോ അനന്യ നിന്റെ ഇത്ര ചീപ്പ് സംസാരം. അല്പം നേരം ഫോണിൽ നോക്കി നിന്ന അനന്യ ദേവനെ ഒന്ന് നോക്കി. ദേവ, ഇത് ഗൗരിയാണോ? ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് അവനോട് തിരക്കി. ആ വീഡിയോയിൽ ഗൗരി ഒരു പയ്യന് ഒരു ഫയൽ കൈമാറുന്നതാണ് കാണുന്നത്. തിരികെ അവൾ പണം വാങ്ങുന്നതുമുണ്ട്. മുഖം മറച്ചതുകൊണ്ട് അവളാണെന്ന് ഉറപ്പില്ല. പക്ഷേ അവളുടെ ചുരിദാറും ബാഗും ഒക്കെയാണ്. ദേവൻ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. ഇത് ഞാനിന്ന് അവൾക്ക് നൽകിയ ഫയലുകളല്ലേ? അനന്യ ഒന്ന് ദേവനെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ അവളെപ്പോലെയുള്ളവർ ചതിക്കുമെന്ന്. ദേവൻ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. അധികം വൈകും മുന്നേ ഗൗരിയും തിരിച്ചെത്തി. ദേവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ആ വീഡിയോയിൽ കണ്ട അതേ ചുരിദാർ തന്നെ, അതേ ബാഗ്. ഗൗരി, എൻ്റെ ഫയൽ എവിടെ? വന്ന ഉടൻ ദേവൻ അതാണ് അവളോട് തിരക്കിയത്. അത് ഷെൽഫിലുണ്ടല്ലോ. എങ്കിൽ ചെല്ല്, എടുത്തിട്ട് വന്നേ. ദേവൻ അല്പം ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്ത് പറ്റി നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? നീ ആദ്യം പോയി ഫയൽ എടുത്തിട്ട് വാ. അവളുടെ മുഖത്തെ വ്യത്യാസം അവനെ വല്ലാതെയാക്കി. അവൾ മുകളിലേക്ക് ചെന്നു. കൂടെ ദേവനും അനന്യയും. അവൾ ഷെൽഫ് തുറന്നുകൊണ്ട് ദേവനെ നോക്കി. എടുക്ക് ഗൗരി ഫയൽ. ഇവിടെ കാണുന്നില്ല. അവൾ വിറച്ച ശബ്ദത്തോടെ പറഞ്ഞു. നീ ആർക്കാ ആ ഫയൽ നൽകിയത്? ഞാൻ ആർക്ക് കൊടുക്കാൻ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അതെന്ന്. നീ ആർക്കാടി അത് വിറ്റത്? ഞാൻ ആർക്കും കൊടുത്തില്ല. ഞാൻ ഈ ഷെൽഫിൽ തന്നെയാണ് വെച്ചത്. ദേവ, ഇവൾ നുണ പറയുകയാണ്. നമുക്ക് തെളിവുകൾ കിട്ടിയില്ലേ? പോരാത്തതിന് കൂടുതൽ തെളിവിന് വേണ്ടി ഇവളുടെ ബാഗ് നോക്കാം. അവൻ അവളുടെ തോളിൽ നിന്നും ബാഗ് വലിച്ചൂരി. അതിൽ കുറച്ചധികം പണം റബ്ബർ ചുറ്റിയിരിക്കുന്നത് ദേവൻ കണ്ടു. നീ ഇത്രയും നീചിയായിരുന്നു അല്ലേ? പണത്തിന് വേണ്ടി നിന്നെപ്പോലെയുള്ളവർമാർ ഓരോന്നും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നീ എന്തിനാ ഗൗരി എന്നോട് ഈ ചതി ചെയ്തത്? നിനക്ക് പണം വേണമെങ്കിൽ ഞാൻ തരുമായിരുന്നില്ലേ? എൻ്റെ അഭിമാനം, എൻ്റെ അധ്വാനമെല്ലാം
നീ ഒറ്റ വിശ്വാസത്തോടെ നശിപ്പിച്ചില്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിർത്തടി. ഇനി മേലിൽ നീ എൻ്റെ കൺമുന്നിൽ വന്നു പോകരുത്. ദേവൻ അവളുടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ഗൗരി അവിടെ ഇരുന്ന് അലമുറയിട്ട് കരഞ്ഞു. ഒരു അട്ടഹാസത്തോടെ അനന്യ അവളുടെ അടുത്തേക്ക് കുനിഞ്ഞിരുന്നു. നീ തീർന്നു. അവൾ നിറകണ്ണുകളോടെ അനന്യയെ തന്നെ നോക്കി. ഇനി ദേവൻ എനിക്ക് സ്വന്തമാണ് ഗൗരി. അനന്യ അതും പറഞ്ഞുകൊണ്ട് ദേവൻ്റെ അടുത്തേക്ക് നടന്നു. ഹലോ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എൻ്റെ ദേവൻ്റെ അധ്വാനമാണ് ആ പേപ്പറുകൾ. പ്ലീസ് അതെനിക്ക് തിരിച്ചു തരണം. അനന്യ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് ദേവൻ്റെ അടുത്തേക്ക് വന്നു. ഫോൺ കട്ട് ചെയ്ത് അനന്യ ദേവനെ നോക്കി. ദേവൻ വല്ലാതെ വിഷമിച്ചിരിപ്പാണ്. എന്താ ദേവാ ഇങ്ങനെ? നമുക്കെല്ലാം ശരിയാക്കാം. ഇല്ല അനന്യ, ഇനി ഒന്നും നടക്കില്ല. ആ പേപ്പറുകൾ ഋഷിയുടെ കയ്യിൽ എത്തിയാൽ പിന്നെ എൻ്റെ എല്ലാം നഷ്ടമാകും. ദേവൻ ഉണ്ടാക്കിയ ഇമേജ് അല്ല. ദേവൻ തലയിൽ കൈ കൊടുത്തിരുന്നു. ദേവാ, ഞാനിപ്പോൾ വിളിച്ചത് ഋഷിയുടെ ആളെയാണ്. എന്ത്? അതെ, ആ പേപ്പറുകൾ തിരികെ തരാൻ. അവളത് ഋഷിക്ക് നക്കാപ്പിച്ച കാശിന് കൈമാറിയതാണ്. കുറച്ചധികം പണം നൽകിയാൽ അദ്ദേഹം അത് നമുക്ക് എടുത്തു തരും. എത്ര വേണമെങ്കിൽ നൽകാം. എനിക്ക് ആ പേപ്പറുകൾ അത്രയ്ക്കും വിലപ്പെട്ടതാണ്. ദേവൻ അവൾ പറഞ്ഞ തുക അവൾക്ക് നേരെ നീട്ടി. ബാക്കി തുക അലമാരയിൽ വെച്ച് പൂട്ടിയ ശേഷം ഗൗരിയുടെ റൂമിലേക്ക് ചെന്നു. അവളുടെ ബാഗിൽ അടക്കി വെച്ചിരുന്ന പണം ദേവൻ കൈക്കലാക്കി. വേണ്ട, അതെടുക്കരുത്. ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിണ്ടിപ്പോകരുത്. ഈ പണം എൻ്റെ അധ്വാനം വിറ്റുണ്ടാക്കിയതല്ലേ. എനിക്ക് തന്നെ വേണം അത്. ദേവൻ അവളുടെ ബാഗിൽ നിന്നും പണമെടുത്ത് അനന്യയ്ക്ക് നൽകി. നാളെ രാവിലെ 9 മണിയോടെയാണ് ആ ഫയൽ അവർ തിരികെ തരാമെന്ന് പറഞ്ഞത്. അനന്യ പറഞ്ഞു. ദേവൻ അന്ന് രാത്രി എത്ര തന്നെ കിടന്നിട്ടും സമാധാനമില്ലായിരുന്നു. ആ ഫയൽസ് കിട്ടില്ലേ എന്ന ഭയമായിരുന്നു അവന്. ഗൗരി അങ്ങനെ ചെയ്യുമോ എന്ന സംശയവും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവൾ പുറത്തേക്ക് പോയത്? ഇതെല്ലാം അവനുള്ളിൽ കിടന്ന് പുകയുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ ആവാറായപ്പോഴാണ് ദേവനൊന്ന് മയങ്ങിയത്. അല്പം കഴിഞ്ഞപ്പോൾ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ദേവൻ വാതിൽ തുറന്നു. ഒരു ചിരിയോടെ കയ്യിൽ ഫയലും പിടിച്ചുകൊണ്ട് അനന്യ നിൽപ്പുണ്ടായിരുന്നു. ഇതാ ദേവാ, നിന്റെ ആ വിലപ്പെട്ട ഫയൽ. താങ്ക്സ് അനന്യ. ഒരുപാട് നന്ദിയുണ്ട്. ദേവാ, നന്ദി മാത്രമേ ഉള്ളൂ. പിന്നെന്താ? നിനക്കെന്നെ വിവാഹം കഴിച്ചൂടെ? ദേവൻ്റെ മുഖത്തെ ആ ചിരി ഇല്ലാതെയായി. എന്ത് പറ്റി? അനന്യ തിരക്കി. ഒന്നുമില്ല. ദേവൻ അകത്തേക്ക് പോയി. ഇന്നാ ദേവാ, നീ ഇന്നലെ തന്ന പണം. ഇത് വേണ്ടി വന്നില്ല. അവർ തന്നിട്ട് പോയി. ആണോ? ദേവാ, നിനക്കെന്നെ. അനന്യ പ്ലീസ്, ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഇതിലെന്താ ദേവാ ആലോചിക്കാൻ? നിനക്കൊരു വലിയ കാര്യമല്ലേ ഞാൻ ചെയ്തു തന്നത്. ഞാൻ പറയാം അനന്യ. ഇപ്പോൾ കുറച്ചു നേരം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. ശരി, ഞാൻ അല്പം കഴിഞ്ഞ് വരാം. അനന്യ റൂമിൽ നിന്നും പോയി. റൂമിൽ തലയ്ക്കൊരു ഭാരം പോലെ ദേവന് തോന്നി. ഗൗരി ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കൂടി പറ്റില്ല. പെട്ടെന്നാണ് ഗൗരി വരുന്നത്. അവൾ റൂമിൻ്റെ വാതിലടച്ചു. ദേവൻ തിരിഞ്ഞു നോക്കി. എന്താ? അവൻ്റെ ചോദ്യത്തിൽ ദേഷ്യം കലർന്നിരുന്നു. എന്നോട് ദേഷ്യമാണോ? ദേവൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് പറയാനുള്ളത് ഒരു 5 മിനിറ്റ് കേൾക്കാമോ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. ഞാനല്ല ആ ഫയൽ നൽകിയത്. സത്യം, എൻ്റെ താലിയാണേ സത്യം. പിന്നെ ആ വീഡിയോ എന്താ? എന്തായാലും നിനക്ക് സങ്കടപ്പെടാൻ ഒന്നുണ്ട്. ആ ഫയൽ എനിക്ക് തിരികെ കിട്ടി. നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കണം പ്ലീസ്. ശരി, പറ. എന്തായാലും നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്ക് കളവല്ലേ പറയാനറിയൂ. ഞാനല്ല ഫയൽ നൽകിയത്. ഞാൻ ഇന്നലെ പുറത്തേക്ക് പോയി എന്നുള്ളത് സത്യമാണ്. അതെൻ്റെ അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടാണ്. നിങ്ങളെ വിളിച്ച് ഒരുപാട് തവണ. ഫോൺ എടുത്തില്ല. കാശിന് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫയൽ മറച്ചു വിൽക്കാൻ നോക്കി അല്ലേ? ഞാനൊന്ന് പറയട്ടെ. അപ്പോഴാ മുൻപ് ദേവികാമ്മ തന്ന ചെക്ക് ഉള്ളത് ഓർത്തത്. അത് മാറ്റി പണമാക്കി ഇവിടെ വന്ന് ഡ്രസ്സും എടുത്ത് പോകാൻ വന്നപ്പോഴാ ഈ പ്രശ്നങ്ങൾ ഞാൻ അറിയുന്നത്. എന്നെ വിശ്വസിക്കണം, ഞാനല്ല. അഭിനയം കൊള്ളാം. ഇനി അത് എൻ്റെ അടുത്ത് നടക്കില്ല. നിങ്ങൾ അത്രയും എന്നെ വെറുത്തോ? ആ ചുരിദാർ എൻ്റെയാണ്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഇന്നലെ ഞാൻ വന്ന സമയം എൻ്റെ ഡ്രസ്സുകളെല്ലാം എന്തോ കറ പിടിച്ച പോലെയായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ആ ചുരിദാർ മാത്രമായിരുന്നു നല്ലത്. ആ ചുരിദാർ കിടന്നത് എൻ്റെ ബെഡിലാണ്. അലമാരയിൽ മടക്കി വെച്ച ആ ചുരിദാർ എങ്ങനെ പുറത്തെത്തി എന്നൊന്നും എനിക്കറിയില്ല. നിന്റെ കള്ളങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം. അവൾ ദേവൻ്റെ കൈകളെ പിടിച്ചു വലിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് ചെന്നു. നോക്ക്, ഇതാണ് ഞാൻ പറഞ്ഞത്. അവളുടെ റൂമിലെ വസ്ത്രങ്ങൾ ഓരോന്നായി അവന് കാണിച്ചു കൊടുത്തു. ഇത് മറ്റാരോ ചെയ്തതാണ്, ഗൗരിയെ ഒഴിവാക്കാൻ. എന്നാൽ ദേവൻ അവളെ ചെവി കൊണ്ടില്ല. നിങ്ങളെന്നെ വിശ്വസിക്കണ്ട.
എൻ്റെ അമ്മയെ കാണാൻ ഒന്ന് വരുമോ? എൻ്റെ അമ്മ നമ്മളെ രണ്ടുപേരെയും കാണണമെന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് സീരിയസ് ആണ്. ദേവൻ അവിടെ നിന്നും റൂമിലേക്ക് നടന്നു. അവളും കരഞ്ഞുകൊണ്ട് പിന്നാലെ ചെന്നു. പ്ലീസ്, എൻ്റെ അമ്മ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണുക പോലും വേണ്ട. സാർ പ്ലീസ്. അവൾ ദേവൻ്റെ കാൽക്കൽ വീണു. എന്നാൽ ദേവൻ അവളെ മൈൻഡ് ചെയ്തില്ല. നേരം ഉച്ചയോടെ അടുത്തു. ഗൗരിയുടെ അമ്മയ്ക്ക് അസുഖം കൂടി സീരിയസ് ആയി. ഗൗരി ഹോസ്പിറ്റലിലേക്ക് വന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞതും വേർത്തതുമായിരുന്നു. അമ്മ ഇടയ്ക്ക് അവളെ കാണുവാൻ വേണ്ടി വിളിച്ചു. എന്താ, മോൻ വന്നില്ലേ? ഇല്ലമ്മേ, ഏട്ടന് ജോലി. ഗൗരി. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല. ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. മക്കളെ, നിങ്ങൾ സന്തോഷത്തിലല്ലേ? തപ്പിത്തടഞ്ഞുകൊണ്ട് അമ്മ തിരക്കി. സന്തോഷത്തിലാണ് അമ്മേ, ദേവൻ പറഞ്ഞു.